അതെ ആമ നമുക്കിനി ആമ നമ്മുടെ പ്രതീക്ഷ ആമയുടെ മുകളിലാണ്. അതായത് കേരളം ആമയെ പോലെ ആകണമെന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ ഈ പറയുന്ന ഗ്രാമീണ മേഖലയുടെ ഉത്തേജനത്തെക്കുറിച്ചും വ്യവസായ മേഖലയുടെ ഉത്തേജനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യവും ഇക്കുറി പരാമർശിക്കപ്പെട്ടിട്ടില്ല. എല്ലാ രംഗത്തും സമസ്ത തലത്തിലും സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായി. എന്തുകൊണ്ടാണ് ഡോളറിനെതിരെ രൂപ കൂപ്പുകുത്തുന്നുള്ള കാര്യം പോലും ധനമന്ത്രി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഇക്കണോമിക് സർവേ പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ചെങ്കിലും ഒരു വാചകമെങ്കിലും അവർ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം ആകെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് വിദേശ നിക്ഷേപകരുടെ ആത്മവീര്യം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഡേറ്റാ സെൻറ്ററുകളിൽ നിക്ഷേപിക്കുന്ന വിദേശ കമ്പനികൾക്ക് 2047 വരെ നികുതി ഇളവ് കൊടുക്കുമെന്നാണ്. മാത്രമല്ല ഈ ഒരു ബജറ്റിൻ്റെ സൂക്ഷ്മവശങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ മറൈൻ എക്സ്പോർട്ടിനും ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ മറൈൻ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന മത്സ്യത്തിൻ്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചില ചേരുവകളുടെ ഇറക്കുമതി തീരുവ 1% നിന്ന് 3% ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ സമസ്ത തലങ്ങളിലും കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ബജറ്റാണ് ഈ തെരഞ്ഞെടുപ്പ് വർഷമായിട്ട് പോലും നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. കുറേ കാലമായിട്ട് ബ്ലൂ പ്രിൻ്റ് എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ഒരു പ്രിൻ്റും ഇല്ല. അതായത് പ്രിൻ്റ് ചെയ്യാൻ പോലും ഉള്ള ഒരു സാധനം ഇവർ കൊടുത്തിട്ടില്ല. പിന്നെയല്ലേ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. ഇത് ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ പദ്ധതികളിലൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പദ്ധതി കേരളത്തിന് അർഹതപ്പെട്ട ഒരു പദ്ധതിയെക്കുറിച്ച് പരാമർശിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. അതെ ആമ നമുക്കിനി നമ്മുടെ പ്രതീക്ഷ ആമയുടെ മുകളിലാണ്. അതായത് കേരളം ആമയെ പോലെ ആകണമെന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കേരളത്തെ ഞെരിച്ച് ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.